ഹായ്, എല്ലാവർക്കും ട്രൂ ഇവനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചിരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ ഒരു മെഗാ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ 1000 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. ഓരോ സീരീസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ 2-3 തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് പല എക്സാമുകൾക്കായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. LPUPക്കും അതുപോലെ തന്നെ മറ്റു കോമൺ ആയിട്ടുള്ള ജനറൽ PSC എക്സാമിനും LGSനും LDCക്കും ഒക്കെ ഇത് പല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് വരും തോറും കൂടി വരികയാണ്. അപ്പോൾ അതിന് കാരണം വിശദീകരിക്കുന്ന നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം, ഡാൾട്ടൺ നിയമം, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ അല്ലെങ്കിൽ ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിൽ ഒരു വായു കുമിളയുടെ വലിപ്പം കുറവായിരിക്കും. ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ജലാശയത്തിന്റെ അടിത്തട്ടില് മർദ്ദം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മർദ്ദം കൂടുതലായിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ വായു കുമിളയ്ക്ക് ജലാശയങ്ങളുടെ അടിത്തട്ടിൽ വലിപ്പം കുറവായി അനുഭവപ്പെടുക അല്ലെങ്കിൽ വലിപ്പം കുറവായിരിക്കാൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് വരുന്നത് നിങ്ങൾ നോക്കിയേ. മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാകുമ്പോഴത്തേക്ക് ഒരു ദ്രാവകത്തിന്റെ അല്ലെങ്കിൽ ഒരു വാതകത്തിനെ സംബന്ധിച്ച് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ്. ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് വരും തോറും ക്രമേണ വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം വിശദീകരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഏതാണ്? ബോയിൽ നിയമമാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ബോയിൽ നിയമം. SCERT ഫാക്ട് ആണ്. SCERTക്ക് അതൊരു ഇമേജ് പിക്ചർ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത് പറയുന്നത്. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വായു കുമിളകളുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽ നിയമമാണ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നു. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നതിന്റെ കാരണം വിശദീകരിക്കുന്ന നിയമം. അപ്പോൾ വായു നിറച്ച ബലൂൺ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വ്യാപ്തം പറയാം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. അതിന്റെ വിശദീകരണം നൽകുന്നത് വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞ് പൊട്ടിപ്പോകുന്നതിന്റെ കാരണം വിശദീകരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ചാൾസ് നിയമം. രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അക്വേറിയത്തിന്റെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം ക്രമേണ വർദ്ധിച്ചു വരുന്നതിന് കാരണം വിശദീകരിക്കുന്നത് ബോയിൽ നിയമവും, വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നതിന്റെ കാരണം വിശദീകരിക്കുന്ന നിയമം എന്ന് പറയുന്നതാണ് ചാൾസ് നിയമവുമാണ്. ചാൾസ് നിയമമാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം പൂശിയ ചുമരിൽ തിളക്കം കാണപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത് അവിടെ കാൽസ്യം കാർബണേറ്റിന്റെ രൂപീകരണം കൊണ്ടാണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കാർബണേറ്റും, പിന്നെ ഈ കാർബണേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആസിഡുമായിട്ട് തന്നെ ഒരു കണക്ട് ചെയ്തൊരു പോയിന്റ് ഓർത്ത് വെക്കാം. കാർബണേറ്റും ആസിഡും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി അവിടെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ആസിഡ് പ്ലസ് ആസിഡും കാർബണേറ്റും കൂടെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് വാതകമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റിന്റെ രൂപീകരണമാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷൻ കാണുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു പേടി തോന്നാം. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ
നമുക്ക് പെട്ടെന്ന് വലിയ പരിചയമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ഓപ്ഷൻസ് കിടക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം. അവിടുന്ന് വളരെ നിസ്സാരമായിട്ട് ഈ ചോദ്യത്തിലേക്ക് പോകാൻ ഒരു പോയിന്റ് പറഞ്ഞു തരാം. ആസിഡും ലോഹവും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു ആസിഡും ലോഹവും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡും ലോഹങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഈ ഒരു പോയിന്റ് കത്തിയാൽ വളരെ നിസ്സാരമായിട്ട് ഓപ്ഷനിൽ നമുക്ക് ആൻസർ കയറാൻ പറ്റും. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തു വരുന്ന ഒരു കേസേ തന്നിട്ടുള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഓപ്ഷൻ എ, FeCl3H2 ഉണ്ടാകുന്നു എന്നുള്ള ഓപ്ഷനാണ്. അവിടെ H2 ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇരുമ്പെന്ന് പറയുന്ന ലോഹമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ, ഇരുമ്പും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡും ലോഹം കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ എ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LTC എന്നീ കോഴ്സുകളിലേക്കുള്ള ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബാച്ച് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ നമുക്ക് ട്രൂവിയലിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ട്രൂവിയലിലെ കോഴ്സുകളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ കൂടുതൽ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഓർബിറ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് K, L, M, N, O അങ്ങനെ പല ഓർബിറ്റുകളാണ് വരുന്നത്. ഓരോ ഓർബിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓർബിറ്റൽ, ഇവിടെ ഷെല്ലല്ല സബ്ഷെല്ലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സബ്ഷെല്ലുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് S, P, D, F ഇങ്ങനെയാണ് സബ്ഷെല്ലുകൾ പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ K ഷെല്ലാണെങ്കിൽ K ഷെല്ലിൽ ഒരു സബ്ഷെല്ല് മാത്രമാണുള്ളത്. L ഷെല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് 2 സബ്ഷെല്ലുകളാണ്, എസും പിയും വരുന്നുണ്ട്. Mth ഷെല്ലിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ M ഓർബിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ സബ്ഷെല്ല് എന്ന് പറയുന്നത് SPD ആണ്. SPD ആണ് അവിടുത്തെ സബ്ഷെല്ല് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, അടുത്ത് വരുമ്പോഴത്തേക്ക് SPDF ആണ് അവിടുത്തെ സബ്ഷെല്ല് എന്ന് പറയുന്നത്. SPDF ആണ് അവിടുത്തെ സബ്ഷെല്ലുകൾ വരുന്ന സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളാണ്. അപ്പോൾ എസ് സബ്ഷെല്ലാണെങ്കിൽ അവിടെ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, എസ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. പി സബ്ഷെല്ലാണെങ്കിൽ അവിടെ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്, 6. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ് ആൻസർ വരുന്നത്. അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ SPDF പറഞ്ഞു കഴിഞ്ഞാൽ 14 വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഷെല്ലിലും കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ ചോദിക്കാറുണ്ട്. Kth ഷെല്ലാണെങ്കിൽ 2, Lth ഷെല്ലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും 2 × 4 എന്ന് പറയാം, 8 എന്ന് പറയാം. Mth ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളാണ് ചോദിക്കുന്നതെങ്കിൽ M എന്ന് പറയുമ്പം Nന്റെ വാല്യൂ 3 കൊടുക്കുക, അപ്പോൾ അവിടെ 18 വരും. അടുത്ത Nth ഷെല്ലിൽ കൊള്ളുന്നതാണ് ചോദിക്കുന്നതെങ്കിൽ Nന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 കൊടുക്കുക, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ 32 എന്ന് കിട്ടും. എങ്ങനെയാണ് പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓരോ കേസും നമുക്ക് കണ്ടുപിടിക്കാനാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം. 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഷെല്ലിൽ കൊള്ളുന്നതും സബ്ഷെല്ലിൽ കൊള്ളുന്നതും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം അനുസരിച്ച് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്, TiO2 ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡിനെ കുറിച്ച് പറഞ്ഞാൽ സിംബൽ ഓഫ് വൈറ്റ്നസ്, വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത്. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം, ലോഹങ്ങളെ അടിച്ചു പരത്തി
കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുവാൻ സാധിക്കുന്ന സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് മാല്യബിലിറ്റി എന്ന് പറയും. മാല്യബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റുവാൻ സാധിക്കുന്ന സവിശേഷതയെ വിളിക്കുന്ന പേരാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മാല്യബിലിറ്റി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ലോഹത്തെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റുവാൻ സാധിക്കുന്ന സവിശേഷതയെ വിളിക്കുന്ന അല്ലെങ്കിൽ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയും. ഡക്റ്റിലിറ്റി. പിന്നെ അതുപോലെ ലോഹദ്യുതിയാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഒരു ലോഹത്തെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ആ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് സൊണോരിറ്റി എന്ന് പറയും. സൊണോരിറ്റി ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹങ്ങളുടെ ഉപരിതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. സൊണോരിറ്റി. താപചാലകം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ലോഹങ്ങളും നല്ല താപചാലകങ്ങളും വൈദ്യുത ചാലകങ്ങളുമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. മാല്യബിലിറ്റി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. P1 V1 ഈക്വൽ ടു P2 V2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. P1 V1 ഈക്വൽ ടു P2 V2 ആണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവനെ ഒന്ന് മാറ്റി എഴുതാം. P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പറയാം. അതല്ലെങ്കിൽ P1 ഡിവൈഡഡ് ബൈ V2 ഈക്വൽ ടു P2 ഡിവൈഡഡ് ബൈ V1 എന്ന് പറയാം. ഇത് ഏത് നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ P1 V1 ഈക്വൽ ടു P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ P1 P2 എന്ന് പറയുന്നത് മർദ്ദങ്ങളാണ് കേട്ടോ. മർദ്ദമാണ് P1 P2 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിലേഷൻ ഇതാണ്. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള റിലേഷനാണ്. V ഈസ് പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ P ഈസ് പ്രപ്പോർഷണൽ ടു 1/V ആണ്. പറയുമ്പോഴത്തേക്ക് നിയമം പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ബോയിൽ നിയമമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബോയിൽ നിയമമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ്? ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്. ലോഹമിശ്രിതങ്ങളെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ലോഹസങ്കരം അഥവാ അലോയ് എന്ന് പറയും. ലോഹമിശ്രിതങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ലോഹസങ്കരങ്ങൾ അഥവാ അലോയ് എന്ന് വിളിക്കും. ഏത് ലോഹം പ്രധാന ഘടകമായിട്ടുള്ള മിശ്രലോഹമാണ് അമാൽഗം എന്ന് പറയുന്നത്? റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറിയുടെ ലോഹസങ്കരങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് അമാൽഗം എന്ന് പറയുന്നത്. ഇപ്പൊ സോഡിയവും മെർക്കുറിയും കൂടെ ഉള്ള അമാൽഗം അല്ലെങ്കിൽ ലോഹസങ്കരമാണെങ്കിൽ അതിനെ സോഡിയം അമാൽഗം എന്ന് വിളിക്കാം. സിങ്കും മെർക്കുറിയും കൂടെ ചേർന്നുള്ള ലോഹസങ്കരമാണെങ്കിൽ നമുക്കതിനെ സിങ്ക് അമാൽഗം എന്ന് വിളിക്കാം. അപ്പം ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹമാണ് അമാൽഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അമാൽഗത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അമാൽഗം എന്ന് പറയുന്നത് ആരുടെ അലോയ് ആണ്? മെർക്കുറിയുടെ അലോയിസ്. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അമാൽഗം എന്ന് പറയുന്നത്. അമാൽഗം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും? വിസ്കോസിറ്റി, പ്രതലബലം, സാന്ദ്രത, ഓസ്മോട്ടിക് പ്രഷർ. ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് പ്രഷർ, ഓസ്മോട്ടിക് മർദ്ദമായിരിക്കും തുല്യമായിരിക്കും എന്ന് പറയുന്നത്. ഐസോട്ടോണിക് ലായനികളുടെ ഒരേ ഓസ്മോട്ടിക് മർദ്ദമുള്ള ലായനികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് മർദ്ദമുള്ള ലായനികളെയാണ് നമ്മൾ ഐസോട്ടോണിക് ലായനി എന്ന് പറയുന്നത്. ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം എന്തായിരിക്കും? തുല്യമാണ്.
വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ദ്രാവകത്തിന്റെ ഒഴുകുവാനുള്ള കഴിവിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. വിസ്കോസിറ്റിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദ്രാവകങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. മൊബൈൽ ലിക്വിഡ്സ്, വിസ്കോസിറ്റി കുറവുള്ള ആൾക്കാരെയാണ് മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജലം, പെട്രോള്, സ്പിരിറ്റ് ഇതൊക്കെ മൊബൈൽ ലിക്വിഡ്സ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. അതായത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുന്നത് വിസ്കോസിറ്റി 0 ദ്രാവകങ്ങൾക്ക് പറയുന്ന പേരാണ് ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ ഒരു ലിക്വിഡ് നമുക്കില്ല. വിസ്കോസിറ്റി 0 ലിക്വിഡ് നമുക്കില്ല. അതൊരു തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. വിസ്കോസിറ്റി 0 ആൾക്കാരെ ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുന്നത്. പിന്നെ വിസ്കസ് ലിക്വിഡ് എന്നാണ് പറയുന്നത്. വിസ്കോസിറ്റി കൂടിയ ആൾക്കാരെ, വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയും. വിസ്കസ് ലിക്വിഡ്സ്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഹണി, തേന്, കോൾ ടാർ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വിസ്കസ് ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് ഒക്കെ അവർ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ലെങ്ത് ആകുമ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. പ്രതലബലം അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ. വിസ്കോസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. സാന്ദ്രത എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് സാന്ദ്രത അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അത് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കുവാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്ര? കുടിവെള്ളത്തിന്റെ BOD എന്ന് പറഞ്ഞപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ 4 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് വെച്ച് നമുക്ക് പറയാം. കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുമ്പം അതിന്റെ BOD അഥവാ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയും കുറവായിരിക്കണം. എത്ര കുറഞ്ഞു നിൽക്കാവോ അത്രയും കുറഞ്ഞു നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് BOD വാല്യൂ ഏറ്റവും കുറവ് തന്നിരിക്കുന്നത് പറയുന്നത് ഓപ്ഷൻ A ആണ്. 1 to 2 ppm പാർട്സ് പെർ മില്യൺ ആണ്. പാർട്സ് പെർ മില്യൺ 1 മുതൽ 2 വരെ പാർട്സ് പെർ മില്യൺ ആണ് കുടിവെള്ളത്തിന്റെ അനുവദനീയമായിട്ടുള്ള BOD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിലും കുറവ് അളവ് പറയാമെങ്കിൽ അല്ലെങ്കിൽ സീറോ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് ഉത്തരമായിട്ട് പരിഗണിക്കാം. കുടിവെള്ളത്തെ സംബന്ധിച്ച് അതിന്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയും കുറയാവോ അത്രയും നല്ലതാണ്. അപ്പം 4 ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് 1 അല്ലെങ്കിൽ 2 പാർട്സ് പെർ മില്യൺ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിഫോംഡ് പോസ്റ്റുകളിലേക്കുള്ള കോഴ്സുകളും ആരംഭിക്കുകയാണ്. CPO വുമൺ CPO എക്സാമുകൾക്ക് 2026 CPO വുമൺ CPO എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൂ ഇവന്റ് ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ കോഴ്സുകളിലെല്ലാം പ്രത്യേകം നിങ്ങൾക്കറിയാം 24/7 മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. AI പവേർഡ് ആയിട്ടുള്ള ലേണിംഗ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ട്രൂ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള മോഡൽ എക്സാമുകളെല്ലാം നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി മോഡൽ എക്സാമുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഒട്ടും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഒരു യൂണിഫോംഡ് പോസ്റ്റിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക്